ധന്യനായ ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കർത്താവിൻ്റെ മഹത്വമുള്ള വയലിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന അഭിഷിക്തന്മാരായ കർത്തൃദാസന്മാരും ദൈവജനവും ഉൾപ്പെടെയുള്ള ഈ പ്രവർത്തനത്തിൻ്റെ പുറകിൽ ത്യാഗപൂർവ്വം അധ്വാനിക്കുന്ന ആദരണീയരായ കർത്തൃദാസന്മാർ ഏവർക്കും പുനരാഗമിപ്പാൻ തുടങ്ങുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയംഗമമായ സ്നേഹവന്ദനങ്ങൾ ഞാൻ പ്രാരംഭമായി നൽകട്ടെ. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ചേർന്ന് നിന്ന് അധ്വാനിക്കുന്ന ബഹുമാന്യനായ പ്രിയ സാൻ പാസ്റ്റർ ഈ യോഗങ്ങളെ സംബന്ധിച്ച് ഓർപ്പിച്ചപ്പോൾ മുതൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഓർക്കുവാനായിട്ടിടയായി. ഇന്ന് രാത്രി അഭിഷിക്തമായ ഗാനങ്ങൾ സിസ്റ്റർ പ്രസിസ് ജോണിലൂടെ നാം കേൾക്കുകയുണ്ടായി. പാസ്റ്റർ കെ വി ചാക്കോ ഉൾപ്പെടെ ഞാൻ ഏറെ മനസ്സുകൊണ്ട് ആദരിക്കുന്ന നിരവധി ദൈവഭൃത്യന്മാർ വേദിയിലും സദസ്സിലുമായിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ തേജസ്സോടെ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വെളിപ്പെട്ടിരിക്കുന്ന കാഴ്ച കാണുവാൻ കഴിയും. അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവൻ്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ എന്നെക്കുറിച്ച് മഹത്തായൊരു പദ്ധതിയുള്ള ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്ന് അകക്കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരു ദൈവപൈതൽ ഇവിടെയുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് മാത്രമല്ല, അനുഭവിക്കുന്ന മുള്ളുകൾക്ക് വേണ്ടി കൂടെ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുന്ന രാത്രിയാകണം. ഞാനൊരു വേദഭാഗം ഇവിടെ ഉദ്ധരിക്കട്ടെ. എന്നോട് ചേർന്ന വാക്യം തികച്ചും വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതൊരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. കേട്ടോ, നെയ്ത്തുകാരൻ കൊട്ട മെടയുന്നത് പോലെ, ഓല നെയ്തെടുക്കുന്നത് പോലെ എൻ്റെ അമ്മയുടെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ എന്നെ മെനഞ്ഞത് മനുഷ്യന്റെ കൈയല്ല, മഹാദൈവമേ നിന്റെ കൈയാണെന്ന് അകത്ത ബോധ്യത്തോടെ പറയാൻ പ്രാഗൽഭ്യമുള്ള ഒരു ദൈവപൈതലെന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നീ രാത്രി മൗനമായിരിക്കരുത്. അടുത്ത പ്രയോഗം ഓർക്കുമ്പോഴാണ് ദൈവമക്കൾ സ്തോത്രം ചെയ്യേണ്ടത്. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. രാത്രി പറയട്ടെ, നിന്റെ അപ്പൻ ഉണ്ടാകുന്നതിന് മുൻപ്, നിന്റെ അമ്മ ഉണ്ടാകുന്നതിന് മുൻപ്, നീ നിന്റെ അമ്മയുടെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ പൊട്ടായി പറ്റിപ്പിടിച്ച് വളരുന്നതിന് മുൻപ് നിന്റെ ജീൻ ഡിസൈൻ ചെയ്ത ഒരുവനുണ്ട്. അതിന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ്. ദൈവത്തിന് സ്തോത്രം. മോശയുടെ ജീനിന് പകരം മറ്റൊരു ജീൻ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ, ഏലിയാവിന്റെ ജീനിന് പകരം മറ്റൊരു ജീൻ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ, ഇന്ന് രാത്രി പറയട്ടെ, നിന്നെ വിളിച്ച ജീനിന് പകരം മറ്റൊന്ന് ഈ ഭൂമിയിൽ ദൈവം വെച്ചിട്ടില്ല. നിന്റെ മുഖത്തിന്റെ ഷേപ്പും നിന്റെ ചിറിയുടെ വലിപ്പവും നിന്റെ മുഖത്തിന്റെ ചലനവും നിന്റെ ചിരിയുടെ ഭാവവും എല്ലാം ആ പരമകുശവനായ മഹാദൈവം അമ്മയുടെ ഉദരത്തിൽ ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ചതെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് ധൈര്യത്തോടെ പറയണം, ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചിട്ടുണ്ടെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഇയ്യോബിന്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പരിശോധനയുടെ പുറകിലും ഒരു ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. അവൻ അറിയാതെ ഒന്നും സംഭവിക്കയില്ല എന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ തങ്ങളെ ഒരുക്കി കൊടുക്കുന്ന രാത്രിയായി രാത്രി തീരണം.
ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ രാത്രി ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസിംഹാസനത്തിലേക്ക് ഉയരട്ടെ. കർത്താവിന്റെ കരം ഇന്ന് രാത്രി ചില വ്യക്തികൾക്ക് നേരെ ഉയരാൻ തുടങ്ങുന്ന രാത്രിയാണ്. ആത്മനിയോഗത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളോട് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നിന്റെ പ്രാർത്ഥനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്നു. കഴുകുമരം ഒരുക്കി ഡേറ്റും തീരുമാനിച്ച് കുരുക്കും തയ്യാറാക്കിയാണ് ഹാമാൻ വെച്ചിരിക്കുന്നതെങ്കിലും ഏത് കഴുത്ത് വേണം അതിൽ കുരുങ്ങാനെന്ന് തീരുമാനിക്കുന്നത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ദൈവമാണെങ്കിൽ, നിനക്കെതിരെ ഉയരുന്ന ഘോര പ്രതികൂലങ്ങൾക്ക് നടുവിലും നിന്റെ പ്രാർത്ഥനയുടെ പുറകിൽ നീ സേവിക്കുന്ന ദൈവത്തിന്റെ കരം ചലിച്ചാൽ, കാര്യങ്ങളെ തിരിച്ചു കറക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ ബലമുള്ള കരം ഈ രാത്രി യോഗം കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുൻപ് നിന്റെ വിഷയത്തെ ചുറ്റിച്ചുഴന്നു നിൽക്കുന്നത് ആത്മനിയോഗത്തോടെ കണ്ടുകൊണ്ട് പറയണം, ഞാൻ സേവിക്കുന്നത് സാധാരണക്കാരനെയല്ല, ഞാൻ സേവിക്കുന്നത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെയാണ്. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. തിരുവെഴുത്തുകൾ തുറക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ ഉള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളത് തന്നെ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളുടെ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർന്നിരിക്കട്ടെ. എല്ലാ അധരങ്ങളിലും പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസിംഹാസനത്തിലിരിക്കുന്ന രാത്രി ഉയരട്ടെ. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഒരു വാ പോലും പൂട്ടിയിരിക്കാതെ ഇവിടെ ഇരിക്കുന്ന സകല പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസിംഹാസനത്തിലേക്ക് ഉയരുന്ന രാത്രിയാകട്ടെ. എൻ്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാരും എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളും ഒരുപോലെ പ്രാർത്ഥിച്ചാട്ടെ. ഇത് മിച്ചപ്പണം ചെലവഴിക്കാൻ വെച്ച യോഗമല്ല, ഇത് പണത്തിന്റെ തള്ളിക്കയറ്റത്തിൽ വെച്ച യോഗമല്ല. ആത്മഭാരമുള്ള ഒരുപറ്റം ദൈവമക്കളുടെ പ്രാർത്ഥനയിൽ നിരന്തര ജാഗരണത്തിൽ ഉയർന്ന ആത്മീയ ശുശ്രൂഷയാണെങ്കിൽ ഇന്ന് രാത്രി 9 മണിക്ക് പ്രഭാഷണത്തിന്റെ ഒടുവിലത്തെ കുത്തിടുന്നതിന് മുൻപ് ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടുവാൻ എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ നിയോഗത്തോടെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സാധുക്കളും ഏഴകളും മൺകീടങ്ങളും ബലഹീനരും അയോഗ്യരും അപാത്രരും ഏതുമില്ലാത്തവരുമായി കിടന്ന ഞങ്ങളെ തിരുമേനിയുടെ സ്നേഹത്താൽ വിടുവിച്ചടുപ്പിച്ച് അവിടുത്തെ പുത്രന്റെ ചുടുനിണത്താൽ കഴുകി വിശുദ്ധീകരിച്ച് അപ്പാ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിന്റെ അധികാരവും പദവിയും നൽകിയ തിരഞ്ഞെടുപ്പോർത്തി ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ജീവന്റെ അപ്പത്തെ ഇന്ന് രാത്രിയിൽ അങ്ങയുടെ മുറിവേറ്റ കരങ്ങളിലെടുത്ത് ആത്മാവിൽ ഞങ്ങൾക്ക് മുറിച്ച് വിളമ്പിത്തരണമേ. ഞങ്ങൾ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന മറക്കാൻ കഴിയാത്ത രാത്രിയാക്കണമേ. ദൈവാത്മാവത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളൊന്ന് ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ശബ്ദമുയർത്തി. ആരാധന നമുക്ക് അപമാനമല്ല, ആരാധന നമുക്ക് അഭിമാനമാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ മൗനമായിരിക്കരുത്. നിയോഗത്തോടെ കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകണം. പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ നമ്മുടെ മുൻപിൽ അഭിമുഖമായി നിർത്തുവാൻ കഴിവുള്ള ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ഈ വചനത്തിന്റെ കേന്ദ്ര ബിന്ദു, ഇതിന്റെ ആധാരരേഖ, ഇതിന്റെ കാമ്പും സത്തും, ഇതിന്റെ ജീവനാടി ഒരുപിടി തത്വചിന്തകളല്ല, ഒരാളത്വമാണ്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. അതിന്ന് രാത്രി നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവാണ്. പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി പ്രവചിച്ചു 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 പ്രവചിച്ച്
ഈ മണ്ണിൽ ജനിച്ച് പ്രവചിച്ചതുപോലെ ജീവിച്ച് പ്രവചിച്ചതുപോലെ മരിച്ച് പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട് പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ് പ്രവചിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്ത് പ്രവചിച്ചതുപോലെ മടങ്ങി വരാൻ തുടങ്ങുന്ന ഒരുവനേ ഉള്ളൂ. അത് ഈ രാത്രി നമ്മൾ പ്രസംഗിക്കുന്ന നസ്രായനാണ്. അവനൊപ്പം പറയാൻ ചരിത്രത്തിൽ ഒരുവനുമില്ല. മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷ രൂപത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് പ്ലേറ്റോ അല്ല, അത് അരിസ്റ്റോട്ടിൽ അല്ല, അത് ഡയോജനിസ് അല്ല, അത് സോക്രട്ടീസ് അല്ല. ഞാൻ ഇന്ന് രാത്രി ഉയർത്തി കാണിക്കുന്ന നസ്രായനാണ്. കൃപ ലഭിച്ച ദൈവമക്കൾ വിളിച്ചു പറയുന്നു, അവനാണ് പ്രവാചകന്മാരുടെ പ്രവചനത്തിന്റെ കേന്ദ്രാശയം. അവനെയാണ് ഞങ്ങൾക്ക് ഈ രാത്രി ഉയർത്തി കാണിക്കുവാനായിട്ടുള്ളത്. പഴയ നിയമത്തിൽ ഒരു മലയും ഒരു വ്യക്തിയുമാണ് യഹൂദന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പുതിയ നിയമത്തിൽ ഒരു മലയും ഒരു വ്യക്തിയുമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പഴയ നിയമത്തിലെ ആ മല സീനായി മലയും പഴയ നിയമത്തിലെ ആ വ്യക്തി പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശയുമാണെങ്കിൽ, പുതിയ നിയമത്തിലെ ആ മല ഗോൽഗോഥ മലയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവുമാണ്. പഴയ നിയമത്തിലെ സീനായി കൊടുമുടി, മേഘം, അന്ധതമസ്, കൂരിരുട്ടു, വാക്കുകളുടെ ശബ്ദം, ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ അയ്യോ ഞാനും പേടിച്ചു വിറയ്ക്കുന്നേ എന്ന് മോശ പറയത്തക്ക വിധം പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവം ഒരു പർവ്വതത്തിന് മുകളിലേക്ക് ഇറങ്ങി വന്ന് ആ പർവ്വതം പെരിഞ്ചൂളയിലെ പുക കത്തി ഉയരും പോലെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പർവ്വതത്തിന് മുകളിൽ മഹാദൈവത്തിന്റെ ലിറ്ററൽ സാന്നിധ്യം ഇറങ്ങിയിട്ട് അവന്റെ അഗ്നിവിരലുകൾ കൊണ്ട് കൽപ്പനകളിൽ എഴുതി നൽകിയതാണ് പഴയ നിയമത്തിലെ ന്യായപ്രമാണമെങ്കിൽ, കഴിഞ്ഞ 1.5 സഹസ്രാബ്ദത്തിലെ വ്യാഖ്യാന ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ട് ആ ഉപദേശ സത്യങ്ങളെ തകിടം മറിച്ച സമൂഹത്തിന് നടുവിൽ പഴയ നിയമത്തിലെ സീനായി കൊടുമുടിയിൽ ഇറങ്ങി വന്നവൻ ആരോ, അവൻ തന്നെ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിലൂടെ ഈ ഭൂമിയിൽ ജന്മം കൊണ്ടിട്ട് കൂലംകുത്തി പതഞ്ഞു നുരഞ്ഞൊഴുകുന്ന യോർദാൻ നദിയുടെ ഒരോരത്തുയർന്നു നിൽക്കുന്ന ഒരു പർവ്വതത്തിന്റെ ഒരു മലയുടെ മുകളിലോട്ട് കയറിയിരുന്ന് സ്വർഗരാജ്യത്തിന്റെ മാഗ്ന കാർട്ട, നിത്യതയുടെ പ്രവേശന യോഗ്യതകൾ വിശദീകരിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഭാഗമാണ് പുതിയ നിയമത്തിലെ ഗിരിപ്രഭാഷണങ്ങൾ, ഗിരിഗീത. വിശുദ്ധ വേദപുസ്തകത്തിലെ 31,173 വാക്യങ്ങളിൽ ഞാൻ ഉള്ള തുറന്ന് സ്നേഹിക്കുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, ഗിരിപ്രഭാഷണം. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഈ ഗിരിപ്രഭാഷണത്തിന്റെ ആഴം ഗ്രഹിക്കുമ്പോൾ ഓർക്കണം, ലോകം കണ്ട മഹാരഥന്മാർ ഈ ബൈബിളിനെ മാറോടടുക്കി പിടിച്ചിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ, മോട്ടിലാൽ നെഹ്റു, ഇങ്ങനെയുള്ള വിശ്വപ്രസിദ്ധരായ ദാർശനികർ പലരും വേദപുസ്തകത്തെ മാറോടടുക്കി പിടിക്കുവാനുള്ള കാരണം എന്താണ്? രാജാറാം മോഹൻ റായ്, മഹാത്മാഗാന്ധി, ഇവർ ബൈബിളിനെ സ്നേഹിക്കുവാനുള്ള കാരണം എന്താണ്? പഴയ നിയമത്തിലെ ആഴമായ പ്രാവചനിക വിശദീകരണങ്ങളല്ല, പുതിയ നിയമത്തിലെ വെളിപ്പാട് സാഹിത്യത്തിലെ പ്രാവചനിക ശൈലിയുമല്ല. ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മുടെ നാഥൻ പഠിപ്പിച്ച ഗിരിപ്രഭാഷണത്തിന്റെ ആഴങ്ങളാണ് അവരെ ഇത് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, ഇവിടെ അടുത്തുള്ള മാരാമൺ കൺവെൻഷൻ, വിശ്വപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷനിൽ സ്റ്റാൻലി ജോൺസ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധ പ്രഭാഷകൻ ഒരു കാലഘട്ടത്തിലെ നിരന്തര പ്രഭാഷകനായിരുന്നു. അന്നൊരിക്കൽ അദ്ദേഹം ആ വേദിയിൽ ഇങ്ങനെ പ്രസംഗിച്ചു: മഹാത്മാഗാന്ധി സ്വർഗത്തിലില്ലെങ്കിൽ സ്വർഗം സ്വർഗമല്ല എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തയാൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. യോഗം കഴിഞ്ഞ് സംഘാടകരിൽ ചിലർ സ്റ്റാൻലി ജോൺസനെ വ്യക്തിപരമായി കണ്ടു. ചോദിച്ചു, സാർ, അങ്ങ് പറഞ്ഞത് ശരിയാണോ? ഏതാ? മഹാത്മാഗാന്ധി സ്വർഗത്തിലില്ലെങ്കിൽ സ്വർഗം സ്വർഗമല്ലേ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടി, സ്റ്റാൻലി ജോൺസ് പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനല്ല പ്രസംഗിച്ചത്. ഞാൻ പ്രസംഗിച്ചത് മഹാത്മാഗാന്ധി സ്വർഗത്തിലില്ലെങ്കിൽ മഹാത്മാഗാന്ധി ഇല്ലെന്നൊരു കുറവല്ലാതെ സ്വർഗത്തിന് മറ്റൊരു കുറവുമില്ലെന്നാണ് പ്രസംഗിച്ചത്. വ്യാഖ്യാനം പോയ പോക്ക് കണ്ടോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, മഹാത്മാഗാന്ധി ക്രൂശിൽ ഒരു രക്തസാക്ഷിയെ കണ്ടു, നാം ക്രൂശിൽ നമ്മുടെ രക്ഷകനെ കണ്ടു. മഹാത്മാഗാന്ധി കണ്ടത് അദ്ദേഹത്തിന്റെ ജീവിതമാക്കി,
നാം കണ്ടത് നമ്മുടെ പ്രസംഗമാക്കി. കാലിൽ കിടന്ന ചെരിപ്പൂരി ചെന്നിക്ക് ചല്ലിയ മദാമ്മയോട് ഭവതിയുടെ കൈവേദനിച്ചോ എന്ന് ചോദിക്കാൻ മഹാത്മാഗാന്ധി അങ്ങേ പ്രേരിപ്പിച്ച ഘടകമേതാണ് എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ വചനം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി ഈ വചനം എന്നെ അടിമുടി ഉടച്ചു വാർത്തിട്ടുണ്ടെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള ഒരു ദൈവപൈതൽ ഇവിടെയുണ്ടെങ്കിൽ നീ ധന്യനാണ്. കാരണം കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം നിന്റെ തറവാടിന്റെ മഹത്വമല്ല, ഈ വചനത്തോടുള്ള വ്യക്തിപരമായ അനുസരണമാണ് നിന്നെ നിത്യതയിൽ എത്തിക്കുന്ന ഘടകം. മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകൾ പക്വതയോടെ സംസാരിച്ച മഹാന്മാരാ. അദ്ദേഹം ഒരിക്കലും ട്രെയിനിലോട്ട് കയറാൻ തുടങ്ങുന്ന സമയത്ത് ട്രെയിനിലോട്ട് സ്റ്റെപ്പ് വെച്ചപ്പോൾ കാലയിലെ ഒരു ചെരിപ്പൂരി ട്രെയിനിന്റെ താഴെ പ്ലാറ്റ്ഫോമിൽ അടിയിലോട്ട് അങ്ങ് പോയി. അദ്ദേഹം ആൾക്കൂട്ടമെല്ലാം തിങ്ങി നിൽക്കുന്ന സമയം അദ്ദേഹം ആൾക്കൂട്ടത്തെ ഒന്ന് വിലക്കിയിട്ട് കുനിഞ്ഞ് അദ്ദേഹത്തിന്റെ മറ്റേ കാലയിലെ ചെരുപ്പോട് ഊരി കറക്റ്റ് ആ പൊസിഷനിൽ ആ ചെരുപ്പ് വീണടത്തിട്ടു. അപ്പൊ ചോദിച്ചു, അങ്ങെന്തായി ചെയ്തേ? ഒരു ചെരുപ്പ് പോയപ്പോൾ അടുത്ത ചെരുപ്പ് തന്നെ ഊരി അത് വീണടത്തിട്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ, ഒരു ചെരുപ്പ് കൊണ്ട് തന്നെ എനിക്ക് പ്രയോജനമില്ല. അത് ഏതെങ്കിലും ഒരുത്തന്റെ കയ്യിൽ കിട്ടിയാൽ അവന് ഒരെണ്ണം കൊണ്ട് പ്രയോജനമില്ല. കിട്ടുകയാണെ രണ്ടും കൂടെ അങ്ങ് കിട്ടട്ടെ എന്ന് കണ്ടാ ഞാൻ വിട്ടത്. സ്തോത്രം. ആ മനുഷ്യനോട് ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആശ്രമത്തിൽ വെച്ച് പത്രപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അങ്ങയുടെ കൈകളിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണം കിട്ടിയാൽ ഈ രാജ്യത്തിന്റെ നിയമം രൂപീകരിക്കുവാൻ അങ്ങയ്ക്ക് അവസരമുണ്ടായി എന്ന് വെച്ചാൽ അങ്ങ് നടപ്പിൽ വരുത്തുവാനും പ്രാബല്യത്തിൽ വരുത്തുവാനും തുടങ്ങുന്ന നിയമം ഏതായിരിക്കും? അദ്ദേഹം തന്റെ കയ്യിലെ ബൈബിളിലെ മത്തായി സുവിശേഷത്തിലെ 3 അധ്യായങ്ങൾ തുറന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതായിരിക്കും ഞാൻ നടപ്പിൽ വരുത്താൻ തുടങ്ങുന്നത്, യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം. ഇതുപോലെ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു ഗുരു ചരിത്രത്തിലില്ല കേട്ടോ. ഞാൻ ഈ രാത്രി ഞാൻ പറയാം, ചരിത്രത്തിൽ ഇതുപോലൊരു ഗുരുവിനെ കണ്ടിട്ടില്ല. സാധാരണക്കാരന്റെ അനുദിന ജീവിതത്തിൽ നിന്നും ചിന്തിയെടുത്ത ദിവ്യമായ അനുഭവങ്ങളിൽ നിത്യതയുടെ കനകാക്ഷരങ്ങൾ രചിച്ച് ഏത് കേൾവിക്കാരനും മനസ്സിലാകുന്ന ശൈലിയിൽ അവന്റെ ഹൃദയ ക്യാൻവാസിൽ വരച്ചു കൊടുക്കുന്ന ഇതുപോലൊരു ഗുരുവിനെ ചരിത്രം കണ്ടിട്ടില്ല. ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയുന്നു, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. യേശു ഈ ഗിരിപ്രഭാഷണം ഉപസംഹരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു ഇങ്ങനെയാണ് ഗിരിപ്രഭാഷണം ഉപസംഹരിക്കുന്നത്. കർത്താവ് ഇപ്പോൾ ഇരിക്കുന്നത് ചെങ്കുത്തായ ഒരു മലയുടെ ചരിവിലാണ്. തൊട്ട് താഴെ കൂടെ യോർദാൻ നദി പതഞ്ഞു നുരഞ്ഞൊഴുകുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. ഈ സമയം കർത്താവ് വസ്തുതകളെ നേരിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. കർത്താവ് പറയുന്ന വസ്തുതകൾ കാലിക പ്രസക്തിയുള്ളതും നേരിട്ട് കാണിക്കുന്നതുമാണ്. ആ കാലഘട്ടത്തിൽ യോർദാന്റെ വശത്ത് ഉയർന്നു നിൽക്കുന്ന മലയുടെ ഇടവേളകളിലൂടെ വെള്ളം ഇടിച്ചിരമ്പി ഇറങ്ങുമ്പോൾ താൽക്കാലികമായി രൂപപ്പെടുന്ന മണൽത്തിട്ടകളുണ്ട്, വരട്ടാറുകളുണ്ട്. മനുഷ്യൻ പണിയാൻ ആഗ്രഹിക്കുന്ന വീടുകളിൽ പെട്ടെന്ന് പണി നടത്തേണ്ടതിനു വേണ്ടി ആ ചെറിയ മൺതിട്ടയിൽ അടിത്തറ സ്ഥാപിച്ചിട്ട് പെട്ടെന്ന് വീട് പണിയും. കാഴ്ചയ്ക്ക് രസകരമാണ്. എന്നാൽ അടിത്തറ ഉറച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പെരപണിയുമ്പോൾ അവർ ഈ വലിയ മലയുടെ പള്ളകളിൽ മണ്ണിലേക്ക് ആഴത്തിൽ കുഴിച്ച് അടിത്തറ കണ്ട് പാറയിൽ അടിത്തറ ഉറപ്പിച്ച് പണിയും. ബാഹ്യ കാഴ്ചയിൽ ഇത് രണ്ടും ഒരുപോലായിരിക്കും. പക്ഷേ എവിടെ തറ ഉറച്ചിരിക്കുന്നതെന്ന് അടുത്ത കാലവർഷക്കെടുതിയിൽ തെളിയും. ഞാനിന്ന് രാത്രി പറയട്ടെ, അനുകൂല സാഹചര്യമല്ല നിന്നെ ആത്മീയതയിൽ നിലനിർത്തുന്നത്. പ്രതികൂല സാഹചര്യം വരുമ്പോഴാണ് നിന്റെ തറ എവിടെ ഉറച്ചിരിക്കുന്നെന്ന് തെളിയുന്നത്. സ്തോത്രം. അടുത്ത കാലവർഷക്കെടുതിയിൽ വെള്ളം ഇരമ്പി പെയ്യുമ്പോൾ ഇതാ മണലിൽ പണിത വീട് അടിയോടെ ആടി ഇളകി ഉലഞ്ഞുയർന്ന് ഉഗ്ര ശബ്ദത്തോടെ ഊക്കോടെ തൊട്ട് താഴത്തെ പ്രതലത്തിൽ വീണ് കിടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് നമ്മുടെ കർത്താവ് പറയുകയാണ്, കേട്ടോ, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ളവന് തുല്യനാകും. ഇന്ന് രാത്രി പറയട്ടെ, എന്റെ നിത്യതയാ എനിക്ക് വലുത് എന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഈ നേട്ടങ്ങളെക്കാൾ എന്റെ നിത്യതയാ വലുതെന്ന് പറയാൻ കൊതിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ശബ്ദമുയർത്തി പറ, കർത്താവേ, എന്റെ
നിത്യത എനിക്ക് കൈവിട്ടു പോകരുത്. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പറയാൻ കഴിയുമോ? നമ്മുടെ കർത്താവ് പറഞ്ഞ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഈ സമയം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ യോഗം കഴിയുമ്പം എന്നെ ഒന്ന് കണ്ടേച്ചേ പോകാവൂ. അല്ല, അടുത്ത നൂറ്റാണ്ടിന്റെ ഈ സമയം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് തന്റെ ഇടം പറയാൻ കഴിവുള്ള ഒരുത്തനുണ്ടെങ്കിൽ എന്നെ അത്യാവശ്യമായിട്ട് കണ്ടേച്ചേ പോകാവൂ. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഈ സമയം നമ്മളിൽ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിന്റെ ഈ സമയം നമ്മളിൽ ആരും ഇവിടെ ഉണ്ടായിരിക്കുകയുമില്ല. ഈ അമ്മയുടെ ഉദരത്തിലൂടെ ഈ മണ്ണിൽ വരാൻ നമുക്കൊരു സമയമുണ്ടെങ്കിൽ ഈ മണ്ണ് വിടാനും നമുക്കൊരു നേരമുണ്ട്. കൃപയാൽ നമ്മുടെ ഡേറ്റ് ആകാഞ്ഞത് കൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടെ നിന്ന് കർത്താവിനെ ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, കൃപ പ്രാപിച്ച ദൈവമൈതലേ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എത്ര പേർ പറയും എനിക്ക് നിത്യതയുടെ തീരത്തെത്തണമെന്ന്? പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് സുഖിച്ചു മതിച്ചു പുളച്ച് രസിച്ച് വെട്ടിപ്പിടിച്ചും പറ്റിച്ചെടുത്തും ഒപ്പിച്ചെടുത്തും തട്ടിപ്പറിച്ചും എല്ലാം സ്വന്തമാക്കിയതിന് ശേഷം ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാ നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ നിന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും, എന്നാൽ ഇവിടെ മാറിപ്പുതയ്ക്കാൻ പുതപ്പില്ലെങ്കിലും വെച്ച കഞ്ഞിക്കൊഴിക്കാൻ ഉപ്പില്ലെങ്കിലും എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഇന്ന് രാത്രി ഞാൻ കിടക്കുന്ന കിടപ്പറ എന്റെ നിത്യ ഉറക്കത്തിന്റെ വറയായി മാറിയാൽ, എന്റെ കണ്ണ് തുറന്നാൽ എന്റെ വിശ്രമം എന്റെ വീണ്ടെടുപ്പുകാരന്റെ മാർവിലായിരിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവമൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ പോലെ ധന്യൻ മറ്റാരുമില്ല. തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറ, ഈ നേട്ടങ്ങളെക്കാൾ എനിക്ക് നിത്യതയാണ് വലുത്. കർത്താവ് പറയുകയാണ്, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം അന്തിമ വിധിവേദി കർത്താവ് വെളിപ്പെടുത്തുകയാണ്. എന്താ വിധിവേദി? കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ എന്ന് ആ നാളിൽ പലരും എന്നോട് പറയും. അന്തിമ വിധി നാളിൽ കത്തിജ്വലിക്കുന്ന നാഥന്റെ കൺമുൻപിലെ സിംഹാസന ദർശനത്തിനു മുൻപിൽ തള്ളപ്പെടാൻ തുടങ്ങുന്ന ആളുകളുടെ വെപ്രാളം വിട്ട് പിടിച്ച അവകാശവാദം എന്താ? അവിടെ നിന്ന് ഈ അവകാശവാദം പറയുന്നത് ആരാ? സാധാരണക്കാരല്ല, സാധാരണ വിശ്വാസിയുമല്ല, നിങ്ങളുടെ കൂട്ടരല്ലെന്നേ. ഇത് ഞങ്ങളുടെ കൂട്ടർ തന്നെയാ. ഞങ്ങളുടെ കൂട്ടർ എന്ന് പറയുന്നതിനെക്കാട്ടിൽ ഒരു ഡിഗ്രിയുടെ കൂട്ടി പറയാം. കർത്താവിന്റെ മുൻപിൽ പറയുന്ന അവകാശവാദം കള്ളമല്ല. കാരണം സർവജ്ഞാനിയുടെ മുൻപിലാ പറയുന്നത്, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഞങ്ങൾ വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തു. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഈ 3 ശുശ്രൂഷയും കൂടെ ഇടതടവില്ലാതെ 2019 ഫെബ്രുവരിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിന്റെ ഡയറിയിൽ ഡേറ്റ് കാണുമോ? ഇല്ല, കാണുകയില്ല. പക്ഷെ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല. അറിയുന്നില്ല എന്നായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പ്രദർശനമാണെന്ന് പറയാമായിരുന്നു. അറിഞ്ഞിട്ടേ ഇല്ല. എടാ, ഇങ്ങനെ ഒരമ്മയ്ക്ക് ജന്മം കൊണ്ട് ഏതോ ബൈബിൾ കോളേജിൽ ബിഡിയും ഡിഡിയും ഒക്കെ എടുത്ത് പ്രസംഗവേദിയിൽ പയറ്റി തെളിഞ്ഞ് ഇവിടുത്തെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യം കർത്താവിന് അറിയത്തേയില്ല. ഒരു ചോദ്യം, അപ്പൊ കർത്താവിന് ഒരു പിടിയുമില്ലാത്തവർ കർത്താവിന്റെ നാമത്തിൽ അത്ഭുതം കാണിക്കുമോ? കർത്താവ് ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലാത്തവൻ കർത്താവിന്റെ നാമത്തിൽ വേദിയിൽ അത്ഭുതം വിളമ്പുമ്പോൾ പരസ്യ ജീവിതത്തിന്റെ മാന്യതയേക്കാൾ രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധി സൂക്ഷിക്കുന്നവനാണ് നിത്യതയിലെത്തുന്നതെങ്കിൽ ഈ മണ്ണിലെ നേട്ടങ്ങളെക്കാൾ നിത്യതയാ എനിക്ക് വലുത് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിന് ആഴങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുന്ന് പോണം. ഇതിൽ കർത്താവ് പഠിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായി പഠിപ്പിക്കലാണ് കർത്താവ് പഠിപ്പിക്കുന്ന മാതൃകാ പ്രാർത്ഥന. പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന പ്രാർത്ഥനയെ സംബന്ധിച്ച് മലയാള പദപ്രയോഗത്തിൽ വിഭജിച്ച പിരിച്ചു പറഞ്ഞാൽ പ്രഹഷേണ അധികം അർത്ഥന സമം പ്രാർത്ഥന. എന്താണ് പ്രഹഷേണ? പ്രത്യേകതയുള്ള അർത്ഥന, അപേക്ഷ, അതാണ് പ്രാർത്ഥന. നമ്മളൊക്കെ പ്രാർത്ഥിക്കും. ആർക്കാ പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തത്? പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ഉടൻ തടിയേലെ വെടി പോലെ ഉരുളയ്ക്കുപ്പേരി പോലെ കല്ല് വെച്ച ഭാഷയിൽ മണിപ്രവാള ശൈലിയിൽ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധരെന്ന നാമമുള്ളവനും ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത കാണാൻ കഴിയാത്ത അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും വരുന്നവനും ഇരിക്കുന്നവനും തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയും എന്നൊക്കെ അങ്ങോട്ട് നെല്ലിക്കാച്ചാക്കിന്റെ കുത്തഴിച്ചു വിടുന്നത് പോലെ തുടങ്ങിക്കഴിയുമ്പോൾ തമ്പുരാൻ തന്നെ പറയും, മക്കളെ മക്കളെ നിർത്തണേ നിർത്തണേ, ഡിക്ഷണറി ഒന്ന് നോക്കി ഞാൻ തന്നെ അർത്ഥം ഒന്ന് കണ്ടുപിടിച്ചോട്ടേടാ എന്ന് ദൈവം പറയത്തക്ക വിധത്തിൽ പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരാ നമ്മളൊക്കെ.
എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവ് പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥന, അതിലേക്ക് ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കണം. കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുക. പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുമ്പോൾ എല്ലാ മതത്തിന്റെയും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നായ പ്രാർത്ഥനയെ കർത്താവ് എടുത്തു വെക്കുമ്പോൾ ആദ്യം കർത്താവ് പറയുന്നു എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരനെ പോലെയാകരുത്. നിങ്ങളുടെ പ്രാർത്ഥന അഭിനയമാകരുത്. ഇന്ന് രാത്രി പറയട്ടെ, ഉള്ളു പൊള്ളി ഉയരുന്ന നിലവിളി കേൾക്കാൻ കഴിവുള്ള ഒരുവന്റെ കരം എന്റെ പ്രാർത്ഥനയുടെ പുറകിൽ ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുന്നെന്നും, ഇന്ന് രാത്രി യോഗം പിരിഞ്ഞ് നീ വീട്ടിലെത്തുന്നതിന് മുൻപ് നിന്റെ കടുങ്കട്ടു വീണ വിഷയത്തെ അഴിച്ചെടുക്കാൻ യേശുവിന്റെ കരത്തിന് ശക്തിയുണ്ടെന്നും, നാളെ നടത്താൻ നിന്റെ കുടുംബത്തിന് നേരെ ഇരുട്ടിന്റെ ശക്തികൾ കരുതി വെച്ച കണികളെ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ബന്ധിക്കാനുള്ള അധികാരം എന്റെ പ്രാർത്ഥനയുടെ പുറകിൽ ഉയർന്നു നിൽക്കുന്നുവെന്നും, അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ലെന്നും വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അവന്റെ കരം നിനക്ക് വേണ്ടി ചലിച്ചുയരുന്ന രാത്രിയാണ്. ഇടത്തിരിക്കുന്നവർ മൗനമായിരുന്നാലും, വലത്തിരിക്കുന്നവർ മിണ്ടാതിരുന്നാലും, പുറകിലിരിക്കുന്നവർ ഉറങ്ങിത്തൂങ്ങിയിരുന്നാലും, മുന്നിലിരിക്കുന്നവർ യോഗത്തിന് കേവലം കണ്ടേച്ചു പോകാനിരുന്നാലും, ഈ യോഗത്തിന്റെ കൂരയ്ക്ക് കീഴിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥന ചങ്കിൽ തട്ടി ഉയരുമ്പോൾ നിന്റെ പ്രാർത്ഥന ദൈവസിംഹാസനത്തെ തൊടുകയും 900 ഇരുമ്പ് രഥങ്ങളുമായി എതിരെ വരുന്ന സീസറയുടെ ശക്തിയേക്കാൾ ഈന്തലിന്റെ ചുവട്ടിൽ നിന്ന് കരയുന്ന ഒരു ദെബോരയുടെ കണ്ണുനീർത്തുള്ളികൾക്ക് മുൻപിൽ ശത്രുവിന്റെ കുതിരക്കാലുകളെ മുറിച്ചു കളയാൻ എന്റെ ദൈവത്തിന്റെ ദൂത വ്യൂഹങ്ങൾ എഴുന്നേറ്റതുപോലെ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് നീ സേവിക്കുന്ന ദൈവമെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കത്തി ജ്വലിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഗ്ലോറി, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഞാൻ ഇന്ന് രാത്രി കാണുന്നു മേഘം പോലെ ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി യോഗത്തിനും ഇത് നിഴൽ മൂടി നിൽക്കുകയാണ്. അഭിഷേകത്തിന്റെ തൈല നദി ഇന്ന് രാത്രി ഇവിടെ ഒഴുകിയിറങ്ങുന്ന രാത്രിയാണ്. ഇരുട്ടിന്റെ താവളങ്ങൾക്ക് നേരെ, പാതാള ഗോപുരങ്ങൾക്ക് നേരെ, നരക കവാടങ്ങൾക്ക് നേരെ, പിശാചിന്റെ ഒടുങ്ങ പകയ്ക്ക് നേരെ ആത്മാവിൽ ബലം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ജയിച്ചു കഴിയുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ അടയാളത്തോടെ നിന്റെ വിഷയത്തിന്മേൽ വെളിപ്പെടുത്താൻ അവന്റെ കരം ഈ രാത്രി ചലിക്കുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഉയർത്തി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ കരം. അതിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? പെന്തക്കോസ്തരായ ആളുകളോട് ചോദിക്കാറുണ്ട്, നിങ്ങളെ കൊള്ളാം, നിങ്ങൾ എന്താ ഈ കർത്തൃ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തത്? തത്തമേ പൂച്ച പൂച്ച, തത്തമേ പൂച്ച പൂച്ച, തത്തമേ പൂച്ച പൂച്ച എന്ന മട്ടിൽ ഈ പറഞ്ഞ പ്രാർത്ഥന അതുപോലെ ഉച്ചരിക്കാത്തത് എന്താണ് എന്നാണ് ചോദിച്ചതിന്റെ അർത്ഥമെങ്കിൽ തെറ്റി. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ ഒരൊറ്റ ഭക്തനും ഈ പ്രാർത്ഥന അതുപോലെ മനപ്പാടം ഉച്ചരിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, അതിന് ആഹ്വാനം ചെയ്തിട്ടുമില്ല. പക്ഷേ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ഈ പ്രാർത്ഥന അതുപോലൊന്ന് പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടായാൽ പ്രാർത്ഥിച്ചാൽ ഉടനെ ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നുമില്ല. എന്നാൽ ഇതങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഇച്ചിരി പുളിക്കും. അടുത്തിരിക്കുന്നവനെ അരച്ച് കലക്കി അരക്കപ്പാക്കി കൈ കിട്ടിയാൽ ഒറ്റ മോന്തിനകത്താക്കാനുള്ള വിരോധമുണ്ടെങ്കിലും കടുകു വറുത്ത ചിരിയോടെ പ്രൈസ്തലോടുമായി നടക്കുന്ന നിരവധി ആത്മീയ വീരന്മാർക്ക് ഇത് പ്രാർത്ഥിക്കാൻ എളുപ്പമല്ല കേട്ടോ. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് അപ്പ എന്ന് ഹൃദയം തുറന്ന് വിളിക്കാൻ ദർശനം പ്രാപിച്ച, വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ നിഷ്കളങ്ക ഹൃദയത്തിൽ നീ പ്രാർത്ഥന ഇന്ന് രാത്രി ഉയർന്നാൽ അത് ദൈവസിംഹാസനത്തിൽ മുൻപിൽ അലയടിക്കും. എന്താണ് ആ പ്രാർത്ഥന? ആ പ്രാർത്ഥനയിൽ ഒരു ആമുഖപ്രയ ഭാഗമുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആരോട് പ്രാർത്ഥിക്കണം? ആര് പ്രാർത്ഥിക്കണം? എങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം? അവിടെയുണ്ട് 7 പ്രാർത്ഥനാ വിഷയങ്ങൾ തൊട്ടുപുറകിൽ അടുക്കി നിർത്തിയിട്ടുണ്ട്. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ ദുഷ്ടങ്കിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണം. ഉപസംഹാരം, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളത് തന്നെ, ആമേൻ. അങ്ങനാണെങ്കിൽ ഒരു ആമുഖ ഭാഗം, ഒരു ഉപസംഹാര ഭാഗം, 7 പ്രാർത്ഥനാ വിഷയങ്ങൾ. എത്ര മനോഹരമാണ്! ഈ പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥന തുടങ്ങുകയാണ്.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതലേ, ആര് പ്രാർത്ഥിക്കണമെന്നറിയാമോ? മക്കൾ പ്രാർത്ഥിക്കണം. ആരോട് പ്രാർത്ഥിക്കണം? അപ്പനോട് പ്രാർത്ഥിക്കണം. എങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം? അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇടയ്ക്ക് ആരെയും ആവശ്യമില്ല, ഒരു മധ്യവർത്തിയെയും വേണ്ട. ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പ്രാഗൽഭ്യം പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ ലജ്ജ കൂടാതെ വാ തുറന്ന് പ്രാർത്ഥിക്കുക. നിന്റെ കേവലമുള്ള അഭിനയത്തിന്റെ അധരചലനമല്ല, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ പ്രാഗൽഭ്യം നേടണമെങ്കിൽ ഒന്നാമത്തെ യോഗ്യത, നീ ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിക്കണം. ഈ ഭൂമിയിലെ ജനനം ഉദരത്തിൽ നിന്നുള്ള ജനനമാണെങ്കിൽ അവിടുത്തെ ജനനം ഉയരത്തിൽ നിന്നുള്ള ജനനമാണ്. ഇവിടുത്തെ ജനനത്തിൽ ഇവിടുത്തെ പഞ്ചായത്ത് രജിസ്റ്ററിൽ നിന്റെ പേര് വന്നെങ്കിൽ അവിടുത്തെ ജനനത്തിൽ അവിടുത്തെ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് വരും. ഇവിടുത്തെ ജനനത്തിൽ ഇവിടുത്തെ അപ്പന്റെ സ്വത്തിന് നീ അവകാശിയായെങ്കിൽ അവിടുത്തെ ജനനത്തിൽ അവിടുത്തെ അപ്പന്റെ സ്വത്തിന് നീ അവകാശിയായും. ഇവിടുത്തെ ജനനത്തിൽ ഇവിടുത്തെ അപ്പന്റെ രക്തത്തിൽ നീ പിറന്നു വീണെങ്കിൽ അവിടുത്തെ ജനനത്തിൽ അവിടുത്തെ അപ്പന്റെ രക്തത്തിൽ നീ പിറന്നു വീഴും. ഇവിടുത്തെ ജനനത്തിൽ മണ്ണിലേക്ക് വരാൻ നിന്റെ മേൽ ശക്തി വ്യാപരിച്ചെങ്കിൽ അവിടുത്തെ ജനനത്തിൽ വിണ്ണിലേക്ക് പറക്കാൻ നിന്റെ മേൽ നിത്യജീവൻ വ്യാപരിക്കും. ഇവിടുത്തെ ജനനം മൺമയമാണെങ്കിൽ അവിടുത്തെ ജനനം വിൺമയമാണ്. അനുഭവം പ്രാപിച്ച ദൈവമക്കൾക്കറിയാം, ഇത് അഭിനയത്തിന്റെ പ്രാർത്ഥനയല്ല, ഇത് കൂട്ടിച്ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. ഇരിക്കുന്ന ഇരിപ്പിൽ അപ്പന്റെ മക്കൾ എന്ന പദവി പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇവിടെയുണ്ടോ? നീ മുട്ടുമടക്കുന്നത് മരിക്കാട്ടിലാണെങ്കിലും വഴിവക്കിലാണെങ്കിലും പ്രാപിച്ച ദൈവകൃപയോടെ സ്തോത്രം ചെയ്തിട്ട് അപ്പ എന്ന് വിളിക്കാൻ നിന്റെ അധരം ചലിച്ചാൽ നീ ഇരിക്കുന്ന ഇരിപ്പിലേക്ക് നിന്റെ വിഷയത്തിന് മറുപടി നൽകാൻ ഇറങ്ങി വരാൻ കഴിവുള്ളവന്റെ കരം ഈ ഐക്യ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. കൃപ പ്രാപിച്ച ദൈവമക്കൾ എത്ര പേർ വിളിച്ചു പറയും അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക? എന്റെ അപ്പൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ എന്റെ അതിരൊരുത്തം മാറ്റിയാൽ, എന്നെ കയ്യേറ്റം ചെയ്യാൻ ഗൂഢാലോചന ചെയ്താൽ ഞാനിവിടെ അടുത്ത പോലീസ് സ്റ്റേഷനിലെ പാറാവുകാരന്റെ അടുക്കൽ കൈക്കാശുമായി പോവുകയില്ല. എൻ്റെ അപ്പൻ്റെ നമ്പർ എടുക്കും, ഡയൽ ചെയ്യും. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ നിൽക്കുന്ന നിൽപ്പിൽ എൻ്റെ അപ്പൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിൽ മറുപടി എത്തുമെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ആരാധിക്കുന്ന എൻ്റെ അപ്പച്ചൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വലിയവനാണെന്നും അവൻ അറിയാതെ ഒന്നും സംഭവിക്കയില്ലെന്നും തിരിച്ചറിവാൻ ധൈര്യം പ്രാപിച്ച ഒരു ദൈവപൈതൽ. നിന്റെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അറിയാം നിനക്കിന്ന് രാത്രി ആ ധൈര്യം പ്രാപിച്ച ദൈവപൈതലാണോ എന്ന്. നാളെ നടത്തുവാൻ നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ, നീ പ്രാപിച്ച ദൈവകൃപയ്ക്കെതിരെ, നിന്റെ മേൽ വെളിപ്പെടേണ്ട ദൈവിക പദ്ധതികൾക്കെതിരെ, നിന്റെ ദാമ്പത്യത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കി വച്ചിരിക്കുന്ന കണികൾ എത്ര പ്രബലമാണെങ്കിലും ഇരിക്കുന്ന ഇരിപ്പിൽ അപ്പ എന്ന് വിളിച്ച് നാവ് തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷയത്തിന്മേൽ മറുപടി തരാൻ കഴിവുള്ള ദൈവത്തെയാണ് ഈ രാത്രി നിറഞ്ഞ ഹൃദയത്തോടെ നീ ആരാധിക്കുന്നതെങ്കിൽ ഇടം വലം നോക്കാതെ ലജ്ജ കൂടാതെ ഈ പ്രഭാഷണം ഉയർന്നുകൊണ്ടിരിക്കുന്ന വേദിയിൽ തന്നെ വാ തുറന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ ഈ രാത്രി തയ്യാറാകും? ഒരു വടി നീട്ടിയാൽ കടൽ പിളർക്കാൻ അധികാരം പകരുന്നവന്റെ കരങ്ങളിൽ, ഒന്ന് കൽപ്പിച്ചാൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുവാൻ സൂര്യചന്ദ്രാദികളെ നിലയ്ക്ക് നിർത്താൻ അധികാരമുള്ളവന്റെ തേജസ്സിന്റെ കരങ്ങളിൽ, പെട്ടകം വഹിച്ച പുരോഹിതന്മാരുടെ പാദങ്ങൾ വെച്ചാൽ യോർദാൻ മുറിക്കാൻ കഴിവുള്ള തേജസ്സിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ വിഷയം കൈമാറിക്കൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. ഇരമ്പി ഉയരുന്ന കടൽ തിരമാലകളുടെ കൈക്കുമ്പിളിൽ ആടി ഉലയുന്ന പടകിൽ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച് നിലവിളിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒറ്റവാക്കിൽ പ്രകൃതിയെ നിലയ്ക്ക് നിർത്തിക്കൊണ്ട് പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ എന്ന് തെളിയിച്ചവൻ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മാനസിക രോഗത്തിന്റെ പിടിയിലമർന്ന് അടുത്ത ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിലെ സെല്ലിൽ അടച്ചിടപ്പെടേണ്ട ഭൂതബാധിതനിൽ വ്യാപരിച്ചു നിൽക്കുന്ന ദുരാത്മാവിനെ ഒറ്റവാക്കിൽ പുറത്താക്കിയവനാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സാത്താന്യ ശക്തിയുടെ മേൽ അധികാരമുള്ളവനെങ്കിൽ കഴിഞ്ഞ 12 വർഷമായി ചാറില്ലാത്തൊരു ചണ്ടിയായി മാറിയ ശരീരത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന രക്തസ്രാവ രോഗവുമായി വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവിടുന്ന് പാഞ്ഞിറങ്ങിയ ദൈവശക്തിയുടെ വ്യാപാരത്താൽ രോഗം ക്ഷണത്തിൽ നിൽക്കത്തക്ക വിധം രോഗത്തിന്മേൽ അധികാരമുള്ളവനാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവെങ്കിൽ അടുത്ത ചില മിനിറ്റുകൾക്കുള്ളിൽ സെമിത്തേരിയിലേക്ക് എടുക്കേണ്ട ഒരു 12 വയസ്സുകാരിയുടെ ഡെഡ് ബോഡിയിൽ നിന്ന് പറന്നകന്ന ആത്മാവിനെ ഒറ്റവാക്കിൽ അവളുടെ ശരീരത്തിലേക്ക് മടക്കി കൊണ്ടുവരത്തക്ക വിധം വിശ്വസിക്കുന്നതിന്മേൽ അധികാരമുണ്ട്. അവന് പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുണ്ട്. നീ
സേവിക്കുന്നവൻ സാധാരണക്കാരനല്ല. അവന്റെ കരം ഈ രാത്രി ഉയർത്തിയാൽ അഴിയാത്ത ബന്ധനങ്ങളില്ല. വിശ്വസിക്കുന്ന നീ വിളിച്ചു പറ, നീ സേവിക്കുന്ന നാഥൻ അപ്പനാണെങ്കിൽ വിഷയത്തിന് ഉത്തരം തരാൻ അവന്റെ കരം ചലിക്കും. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ഈ പുൾപിറ്റിൽ നിന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മുഖത്ത് ചൂണ്ടി എന്റെ കൂടെപ്പിറപ്പെ ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു, നീ സേവിക്കുന്ന നിന്റെ നാഥൻ മലദൈവമല്ല, നീ സേവിക്കുന്നവൻ കുലദൈവമല്ല, അവൻ വൃക്ഷദൈവമല്ല, അവൻ മൃഗദൈവമല്ല, അവൻ മൃതദൈവമല്ല. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ജീവൻ തന്നവൻ നിന്റെ അപ്പനാണ്. നിന്റെ വേദന നന്നായി അറിയാവുന്ന, നിന്റെ ഉൾത്തുടിപ്പറിയാവുന്ന ഒരുവനാ ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന കർത്താവെങ്കിൽ ഈ ഗ്രൗണ്ട് വിട്ട് പോകുന്നതിന് മുൻപ് നിന്റെ പൊള്ളുന്ന വേദനയുടെ, നിന്റെ ഇടനെഞ്ചു പൊട്ടുന്ന ഭാരത്തിന് ഉത്തരം തരാൻ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് കഴിയുകയില്ലെങ്കിലും നീ സ്നേഹിച്ചവരും നിന്നെ സ്നേഹിക്കുമെന്ന് നീ കരുതിയവരും പ്രതിസന്ധികളുടെ മുൾമുനയിൽ നിന്നെ കൈവിടുമ്പോൾ നിന്റെ വേദന അറിഞ്ഞ് വിഷയത്തിൽ നിന്ന് ഇറങ്ങി ഇടപെടാൻ കഴിവുള്ള ഒരു പ്രപഞ്ചകർത്താവായ അപ്പനെയാണ് ഈ രാത്രി നീ സേവിക്കുന്നു എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്നെങ്കിൽ വിളിച്ചു പറ, അപ്പാ. രക്തത്താൽ ജയം. സ്തോത്രം പറയാൻ എത്ര നാവുകൾ ഈ രാത്രി ഇവിടെ ചലിക്കും, സ്തോത്രം പറയാൻ എത്ര നാവുകൾ ഈ രാത്രി ഇവിടെ ചലിക്കും. കേട്ടോ, ഒരു മകന്റെ വേദന അതുപോലെ തിരിച്ചറിയാൻ ഒരപ്പന് മാത്രമേ കഴിയുള്ളൂ. ഒരിക്കലൊരു വാഴക്കൊല കച്ചവടക്കാരനായ ഒരു ദൈവദാസൻ പറഞ്ഞ രംഗം ഓർക്കുന്നു. എൻ്റെ അപ്പൻ വാഴക്കൊല കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം എന്നെ കൂടെ കൂട്ടി പണിസ്ഥലത്ത് പോയി അന്യൻ്റെ വീട്ടിലെ വസ്തു വാടകയ്ക്കെടുത്ത് അവിടെ വാഴക്കൊല കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം. അന്ന് രാവിലെ സമയം വാഴക്കൊല ചന്തയിൽ കൊണ്ടുപോകുവാനായിട്ട് കയ്യാലയുടെ പുറത്തേക്ക് വല്ലംകൊട്ട കയറ്റി വെച്ചിട്ട് ആ വല്ലംകൊട്ടയ്ക്കകത്ത് വാഴക്കൊലയെല്ലാം അടുക്കി വയ്ക്കും. ഒടുവിൽ അത് സൈഡിൽ നിന്നുകൊണ്ട് കയ്യാലയിൽ നിന്നും തൻ്റെ തലയിലേക്ക് വലിച്ച് 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 കയറ്റിക്കൊണ്ട് എൻ്റെ അപ്പൻ ആ വാക്കത്തി എൻ്റെ കയ്യിൽ തന്ന് ഞാൻ ഒരുമിച്ച് അപ്പനോടൊപ്പം ചന്തയിൽ പോയ സമയം ഓർക്കുന്നുണ്ട്. ആ സമയം എൻ്റെ അപ്പൻ്റെ തലയ്ക്ക് ഒരു വിധത്തിലും ഈ വാഴക്കൊലയുടെ ഭാരം വഹിക്കാൻ കഴിയാതെ വന്നാൽ ആ കൊട്ടയ്ക്കകത്ത് വെട്ടിവെച്ചതിൽ ഒരു കൊല എൻ്റെ കയ്യിൽ തരിക പതിവുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കയ്യിലോട്ട് തരുന്നതിന് മുൻപ്, എൻ്റെ തോളയിലോട്ടത് വെക്കുന്നതിന് മുൻപ് എൻ്റെ അപ്പൻ വാഴക്കൊല കൊട്ടയ്ക്കകത്ത് നിന്ന് ഓരോന്നെടുത്ത് കയ്യിൽ ഭാരം നോക്കും, എന്നിട്ടത് തിരിച്ചു വെക്കും. അതിലേറ്റവും ചെറുതേ എൻ്റെ അപ്പൻ എൻ്റെ തോളിൽ തരത്തുള്ളൂ. കാരണം എൻ്റെ അപ്പൻ ഒരു കാര്യം അറിയാം, ഈ ഉള്ളവൻ എത്രയും വഹിക്കാൻ കഴിയുമെന്ന് അറിയുന്ന ഒരപ്പനാ ഞാൻ സേവിക്കുന്ന എൻ്റെ അപ്പനെങ്കിൽ. ഇന്ന് രാത്രി ദൂത്, എനിക്ക് ജന്മം തന്ന അപ്പനെങ്കിൽ ദൂത് വിളിച്ചു പറയട്ടെ, ഈ ലോകത്തിൽ നിനക്ക് ജന്മം തന്ന പിതാവിന് നിന്റെ തോളിൽ വഹിക്കാൻ കഴിയുന്നതിന്റെ ഭാരം അറിയാമെങ്കിൽ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ച നിന്റെ സ്വർഗീയ പിതാവിന് നിനക്ക് സഹിക്കുവാൻ കഴിയുന്നതിന്റെ ആഴം തിരിച്ചറിയാൻ കഴിയും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇടം വലം നോക്കാതെ വിളിച്ചു പറയണം, അപ്പാ. ഞാനിന്ന് രാത്രി നിയോഗത്തോടെ പറയട്ടെ, നിന്റെ ശത്രു നിനക്കെതിരെ രംഗത്ത് വരുമ്പോൾ, ശ്രദ്ധിക്കൂ, നിന്റെ ശത്രു നിനക്കെതിരെ രംഗത്ത് വരുമ്പോൾ നിന്റെ മിത്രം നിനക്ക് അനുകൂലമായിരിക്കും എന്ന് നീ വിചാരിക്കുന്ന വേളയിൽ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നെല്ലിപ്പലകയിൽ നിന്റെ ശത്രുവിന്റെ മുൻപിൽ നിന്റെ മിത്രം നിന്നെ കൈയൊഴിയുന്ന സമയം, നിന്റെ മിത്രം നിന്നെ കൈയൊഴിഞ്ഞാലും നിന്റെ ശത്രുവിനെ കൊണ്ട് നിനക്ക് അനുകൂലമായി നടപടിയെടുപ്പിച്ച് കാര്യങ്ങളെ തിരിക്കാൻ കഴിവുള്ള സർവാധികാരിയായ ഒരു അപ്പനുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ സേവിക്കുന്ന അപ്പനാണെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് വിളിച്ചു പറയണം. ഞാൻ അപ്പ എന്ന് വിളിക്കുന്നത് സാധാരണക്കാരനെയല്ല, അവൻ സർവാധികാരിയാണ്. ഒരു കൊച്ചു തെളിവ് ഞാൻ പറയാം, കൊച്ചു തെളിവ്. ലോകഗതിയുടെ നാഴികക്കല്ലും മനുഷ്യചരിത്രത്തിന്റെ നട്ടലും കാലഗതിയുടെ കാതലുമായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത, അവരുടെ ജന്മത്തിന് അവസരമൊരുക്കിയത് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ് എന്നെ കേൾവിക്കാർക്ക് അറിയാം. പക്ഷേ അറബികളുടെ എണ്ണക്കിണറുകളിൽ കണ്ണുവെച്ചുകൊണ്ട് ഗ്രേറ്റ് ബ്രിട്ടൻ തങ്ങളുടെ പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറിയ സമയമുണ്ട്. പലസ്തീൻ നാട്ടിൽ ഇസ്രായേലിന് സ്വതന്ത്ര രാജ്യം അനുവദിക്കാൻ പാടില്ല എന്ന ഒരു നയ തീരുമാനത്തിൽ ഗ്രേറ്റ് ബ്രിട്ടൻ എത്തിച്ചേർന്നു. അങ്ങനെ അവരുടെ ശത്രു അവരെ കടിച്ചു കീറാൻ, അവരുടെ മാംസം പിച്ചി ചീന്താൻ, അവരുടെ കരളെടുക്കാൻ, അവരെ മധ്യധരണിയായി കടലിലേക്ക് തള്ളിയിടാൻ അറബി രാജ്യങ്ങളുമായി കൈകോർത്ത് രംഗത്ത് വരുമ്പോൾ അവരുടെ കൊടിയ ശത്രുവായ, അവരുടെ മാംസക്കൊതിയനായ USSR, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക് അവർക്കെതിരെ രംഗത്ത് വരാൻ തയ്യാറെടുക്കുമ്പോൾ
അവർ ഭയപ്പെടുന്ന ശത്രുവിന്റെ മുൻപിൽ അവർക്ക് കരുതൽ നൽകേണ്ടത് അവരുടെ മിത്രമായ ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, അവർക്ക് സുരക്ഷിതത്വം തരേണ്ട ഗ്രേറ്റ് ബ്രിട്ടൻ ഒടുവിൽ UN സമ്മേളനത്തിൽ അവരെ കൈയൊഴിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവരെ സംരക്ഷിക്കാൻ പറ്റില്ല, ഞങ്ങൾ സുരക്ഷിതത്വം പിൻവലിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അവരെ സംരക്ഷിക്കേണ്ടവർ അവരുടെ സുരക്ഷിതത്വം പിൻവലിച്ചപ്പോൾ അവരുടെ മാംസം കൊതിച്ചിരിക്കുന്ന റഷ്യയുടെ പ്രതിനിധി എഴുന്നേറ്റ് പറഞ്ഞു, ഇസ്രായേലിന് സ്വതന്ത്ര രാജ്യം അനുവദിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. നീ സംരക്ഷിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ചില വ്യക്തികൾ സമയം വരുമ്പം നിന്നെ കൈയൊഴിഞ്ഞാലും നിന്റെ മാംസം കൊതിക്കുന്ന ശത്രുവിനെ കൊണ്ട് നിനക്ക് അനുകൂലമായി നടപടിയെടുപ്പിക്കത്തക്ക വിധം കാര്യങ്ങളെ തിരിക്കാൻ കഴിവുള്ള ഒരു സർവാധികാരിയാണ് ഇന്ന് രാത്രി നീ സേവിക്കുന്ന ദൈവമെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി യോഗത്തിൽ ലജ്ജ കൂടാതെ വിളിക്കണം, അപ്പാ. സ്തോത്രം. എൻ്റെ അമ്മയുടെ ബന്ധത്തിലൊരു കസിൻ ഈ യോഗത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങള് മാതൃവഴിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തോടും യാക്കോബ വിഭാഗത്തോടും ഒക്കെ ബന്ധമുണ്ട ഒരു കാലം. അന്ന് ഞാൻ എൻ്റെ വല്യപ്പച്ചനുള്ള ബന്ധത്തിലൊക്കെ ആത്മീയ ശുശ്രൂഷകളിൽ അവിടെ പങ്കെടുക്കുമ്പോൾ പ്രധാന പ്രാർത്ഥനയുടെ നടുവിൽ ഒരു ഭാഗം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ പേരെല്ലാം അങ്ങ് പറയും. അന്തിമോസ, ഇവാനിയോസ്, കൂറിലോസ്, ദീമോസ്, ഇസ്കരിയോത്തോസ്, യൂലിയോസ്, ഇങ്ങനെ പേര് പറഞ്ഞിട്ട് പറയും, ഇവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയും കാവലുമായിരിക്കാൻ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ, കർത്താവേ ഇവരെയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, അവരുടെ റെക്കമെൻഡേഷൻ സ്വീകരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമെന്ന്. നിന്റെ റെക്കമെൻഡേഷൻ അവിടെ ചെന്നെങ്കിലേ അവരുടെ റെക്കമെൻഡേഷൻ ദൈവം സ്വീകരിക്കത്തുള്ളെങ്കിൽ നേരിട്ടങ്ങ് റെക്കമെൻഡ് ചെയ്തുകൂടെ എന്ന് പറയാൻ കൃപയാൽ കണ്ണ് തുറന്നവരാ ദൈവമക്കൾ. ആരെയും ഇടയ്ക്ക് നിർത്തണ്ട. ഇന്ന് രാത്രി ലജ്ജ കൂടാതെ അപ്പ എന്ന് വിളിക്കാൻ ദർശനം പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയണം, അപ്പ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യൻ ഒരു ചക്ക ഇടാൻ പ്ലാവിൻ്റെ ചോട്ടിൽ വന്നു. നീളമുള്ളൊരു തോട്ടിനറ്റത്ത് അരിവാൾ വെച്ച് കെട്ടിയിട്ട് ചക്കയുടെ ഞെടുപ്പയിലോട്ട് കയറ്റിയിട്ട് താഴോട്ട് വലിച്ചപ്പോൾ ഈ തോട്ടിയുടെ അറ്റത്തെ കെട്ടുമുറുകാഞ്ഞത് കൊണ്ട് തോട്ടി ഊരിഞ്ഞു പോന്നു. അരിവാൾ അവിടെ കുത്തിയിരുന്നു. പുള്ളിക്കാകെ അസ്വസ്ഥതയായി. പുള്ളി നേരെ പ്ലാവേ കയറി അനങ്ങാതെ അരിവാൾ എടുത്തു നേരെ താഴെ ഇറങ്ങി വന്നു. അടുത്ത കടയിൽ പോയി 10 രൂപയുടെ മുടിക്കയർ വാങ്ങിച്ചോണ്ട് വന്ന് ഈ തോട്ടിനറ്റത്ത് ശരിക്ക് വെച്ച് കെട്ടി ചക്കയിട്ട് തിന്നു. എടാ മണ്ടനെ, വെട്ടിയിടാൻ കൈ കിട്ടിയപ്പം വെട്ടിയിട്ടേച്ച് പോരണ്ടേ? വെട്ടിയിടാൻ കൈ കിട്ടിയാലും ഈ തോട്ടി കൂടെ പറിക്കുന്നു. നിനക്കെന്നാ ഇത്ര നിർബന്ധം? നേരിട്ട് അപ്പച്ചാന്ന് വിളിക്കാൻ കൈ കിട്ടിയാലും തോട്ടി കൂടെ പറിക്കുമെന്ന് നിർബന്ധമുള്ളവരുടെ നടുവിൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ലജ്ജ കൂടാതെ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പദവി നേടിയവരാണെങ്കിൽ ആ അഭിമാനം അനുഭവിക്കുന്ന ദൈവപൈതലെ ആരെയും ഇടയ്ക്ക് നിർത്തണ്ട. ധൈര്യത്തോടെ ഈ രാത്രിയിൽ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങ്. ആ നാഥന്റെ കരം വിഷയത്തിൽ തൊടാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ വിഷയത്തിന്റെ വളരെ ഗൗരവമേറിയ ഒരു ഭാഗം നിങ്ങൾ ഗ്രഹിക്കണം. ഈ പ്രാർത്ഥനയ്ക്കകത്ത് 2 ഭാഗങ്ങളുണ്ട്, 2 അടരുകളുണ്ട്, 2 ഉൾപ്പിരിവുകളുണ്ട്. 1, നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം. 2, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടങ്ങളിൽ രക്ഷിക്കണം. ചുരുക്കി അങ്ങ് പറഞ്ഞാൽ 1 ഭാഗം നിന്റെ നിന്റെ നിന്റെ, 2 ഭാഗം ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ. അങ്ങനാണെങ്കിൽ ഈ പ്രാർത്ഥനയെ 2ആയി തിരിക്കാം. 1ാമത്തെ ഭാഗം ദൈവമേ നീയും ഞാനും, 2ാമത്തെ ഭാഗം ദൈവമേ ഞങ്ങളും ഞങ്ങളും. നിങ്ങൾക്കറിയാമോ, സകല രാഗങ്ങൾക്കും ഒരു മൂലരാഗമുണ്ട്, അതാണ് സപ്തരാഗം. സകല പാപങ്ങൾക്കും ഒരു മൂലപാപം മനുഷ്യകുലത്തിലുണ്ട്. രാഗങ്ങളുടെ തന്തരാഗം സപ്തരാഗമെങ്കിൽ പാപങ്ങളുടെ തന്തപാപം മനുഷ്യകുലത്തിൽ ഏതേന്യ പാപമാണ്. ദൂതനിൽ ആരംഭിച്ചതാണെങ്കിലും അത് ഏതേന്യ പാപമാണ്. അങ്ങനെയാണെങ്കിൽ ദൂതനിൽ ആരംഭിച്ചതാണെങ്കിലും ഏതനിലെ ആ തന്തപാപം, ആ മൂലപാപം, ആ ആദ്യ പാപം ഏതായിരുന്നു അറിയാമോ? 2 ബന്ധങ്ങളുടെ തകർച്ചയായിരുന്നു. ആരംഭത്തിനും അവസാനം കണ്ട സർവജ്ഞാനിയായ മഹാദൈവം ഏതൻ പൂങ്കാവനത്തിൽ തൃക്കരത്താൽ മെനഞ്ഞ ആദം ഹൗവമാരെ ആക്കിയിട്ട് പാപക്കരി പിടിച്ച് കടിച്ച് പാളിച്ച പറ്റി പാപത്തിൽ വീണ ആദം സർവശക്തന്റെ സന്നിധിയിൽ നിന്ന് പറയുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, ദൈവമേ എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്ന ഈ സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നു. അതിന്റെ അർത്ഥം എന്നറിയാമോ?
സർവജ്ഞാനിയായ മഹാദൈവമേ, ഈ പെമ്പറന്നോരത്തിയെ ഉണ്ടാക്കി എൻ്റെ കൂടെ തന്നപ്പോൾ നിനക്കറിയത്തില്ലായിരുന്നോ ഈ പഴം തീറ്റി ഇവളെന്നെ ഈ കുഴപ്പത്തിൽ ചാടിക്കുമെന്ന്? ഈ പഴം എന്നെ തീറ്റി ഈ കുഴപ്പത്തിൽ എന്നെ ചാടിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ആരംഭത്തിന് മുൻപേ അവസാനം കണ്ട സർവജ്ഞാനിയായ അവിടുന്ന് ഈ സാധനത്തെ ഉണ്ടാക്കി എൻ്റെ കൂടെ തന്നതിനാൽ ഞാൻ പഴം തിന്ന കാര്യത്തിന്റെ ഒന്നാമത്തെ പ്രതി എന്നെ പഴം തീറ്റത്തക്ക വിധത്തിൽ നേരത്തെ അറിഞ്ഞുകൊണ്ട് ഈ സാധനത്തെ ഉണ്ടാക്കി എൻ്റെ കൂടെ തന്ന നീ എന്നാ പറഞ്ഞതിന്റെ സാരം. അപ്പൊ ശരിക്കും പറഞ്ഞ കുറ്റക്കാരൻ ഉണ്ടാക്കി കൊടുത്ത ദൈവമാണ്. അപ്പൊ ഒന്നാമത് വിരൽ ചൂണ്ടിയത് ഏതൊരു ദൈവത്തിനെതിരെയാ? മനുഷ്യവർഗത്തിന്റെ പാപം ഒന്നാമത് ദൈവത്തോടുള്ള ബന്ധം തകർത്തു. രണ്ടാമത്, ഈ തകർച്ചയ്ക്ക് തൊട്ട് മുമ്പ് ഭാര്യയെ എങ്ങനെയൊക്കെയാ സംബോധന ചെയ്തെന്നുള്ള കാര്യം ഊഹിക്കാനേ കഴിയൂ. എന്തൊക്കെയായാലും, ഹണി എന്നായാലും പൊന്നേന്നായാലും ചക്കരയെന്നായാലും രണ്ട് കൈയും മലത്തിപ്പിടിച്ച് ഈ മനുഷ്യൻ ഇപ്പം നിന്ന് പറയുന്ന പ്രയോഗം കേട്ടോ, ഈ സ്ത്രീ ഒരു ബന്ധവുമില്ലാത്ത നിലയിൽ രക്തത്തോട് തകർന്നു. രണ്ട് ബന്ധങ്ങൾ ഏതനിൽ തകർന്നു. പാപം മനുഷ്യകുലത്തിൽ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, ഇതിന്റെ പരിഹാരത്തിനാണ് 10 കൽപ്പന. 10 കൽപ്പന ഒരു കൽപ്പലകയുടെ രണ്ട് വശത്തും എഴുതാതെ 10 കൽപ്പന 2 കൽപ്പലകകളിൽ എഴുതാൻ കാര്യം എന്താ? ഒന്നാമത്തെ കൽപ്പന വായിച്ചു നോക്കൂ. ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുത്, യാതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, ശാബത ദിവസത്തെ ശുദ്ധീകരിപ്പാൻ ഓർക്ക, എന്റെ നാമം വൃഥാ എടുക്കരുത്. ഇതിൽ നിങ്ങൾ തമ്മിൽ പാലിക്കേണ്ടതില്ല, നിങ്ങൾ ദൈവത്തോട് പാലിക്കേണ്ടതേ ഉള്ളൂ. കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്നാമത് ഏതനിൽ തെറ്റിയത് ദൈവത്തോടാണ്. കൽപ്പലകകളിലെ ഒന്നാം കൽപ്പനയാ നീ ദൈവത്തോട് നിരക്കണം. രണ്ടാമത്തെ കൽപ്പന എടുക്കൂ, അവിടെ ദൈവ വിഷയമേ ഇല്ല. നീ വസിക്കുന്ന ഭൂമിയിൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാം. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസത്യം പറയരുത്, മോഹിക്കരുത്. രണ്ടാമത്തെ കൽപ്പനയിൽ തമ്മിൽ നിരക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കൽപ്പനയിൽ ദൈവത്തോട്, കൽപ്പലകയിൽ ദൈവത്തോട് നിരക്കുക, രണ്ടാമത്തെ കൽപ്പലകയിലൂടെ തമ്മിൽ നിരക്കുക. ഈ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആദ്യത്തെ ഭാഗം നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം, രണ്ടാമത്തെ ഭാഗം നീയും നിന്റെ രക്തവും തമ്മിലുള്ള ബന്ധം. നിങ്ങൾക്കറിയാമോ, ഈ രണ്ട് ബന്ധങ്ങളെയും ഏകീകരിക്കാൻ ചരിത്രത്തിൽ ഒരു സ്ഥലത്തിനേ ശക്തിയുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഗോൽഗോഥയ്ക്ക് മാത്രമാണ്. നിങ്ങൾക്കറിയാം, ക്രൂശിൽ 2 തടിക്കഷണങ്ങളാണ് യോജിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ തടി തിരശ്ചീന രൂപം, രണ്ടാമത്തെ തടി ലംബരൂപം. തിരശ്ചീന രൂപത്തിലിരിക്കുന്ന തടി പറയുന്നു, മനുഷ്യ ഈ ക്രൂശ് നിങ്ങളെ തമ്മിൽ അടുപ്പിക്കും. ലംബരൂപത്തിൽ നിൽക്കുന്ന തടിക്കഷണം പറയുന്നു, മനുഷ്യ ഈ ക്രൂശ് നിന്നെ ദൈവത്തോട് അടുപ്പിക്കും. ദൈവത്തോടും മനുഷ്യനോടും തമ്മിൽ അടുപ്പിക്കാൻ കഴിവുള്ള ഏക കഴിവ് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കാൽവറി ക്രൂശിന് മാത്രമാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഒരാൾ കാൽവറിയിലേക്ക് കണ്ണ് നട്ടാൽ നിന്റെ ഏത് കൊടിയ ബന്ധനങ്ങളെയും അഴിച്ചു മാറ്റാൻ ഈ ക്രൂശിന് ഇന്ന് രാത്രി ശക്തിയുണ്ട്. അത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ കാൽവറിയെ നോക്കി പ്രാർത്ഥിക്കുന്ന രാത്രിയായി രാത്രി തീരണം. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ആ ക്രൂശിന്റെ ബന്ധം, അതിന്റെ മഹത്വം മനസ്സിലാക്കുക. എത്രയോ കുടുംബങ്ങൾ ആഭ്യന്തരമായി തകരുന്നു, എത്രയോ ഭവനങ്ങളെ തകർച്ചകൾ ബാധിക്കുന്നു. മനസ്സിലാക്കാൻ കഴിയാത്ത എത്രയോ കടുങ്കെട്ടുകൾ ഭവനത്തിന്മേൽ ആധിപത്യം ഉയർത്തുന്നു. എന്നാൽ ഞാൻ പറയാം, നീ ക്രൂശിന്റെ ചുവട്ടിലെത്തിയാൽ നിന്റെ ഭവനത്തെ ആഴത്തിൽ ബന്ധിച്ചിരിക്കുന്ന ഏത് ദുഷ്ടശക്തികളെയും ഇന്ന് രാത്രി അഴിച്ചു മാറ്റി നിന്റെ ഭവനത്തെ വിടുവിപ്പാൻ കാൽവറി ക്രൂശിന് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേർ ഈ രാത്രി ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചു തുടങ്ങും? ഇടം വലം ഇരിക്കുന്നവരെ മറക്കുക, മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ മറക്കുക. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നാം ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഞങ്ങൾ ഈ രാത്രിയിൽ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ നിന്റെ വിഷയത്തിന്മേൽ വിടുതൽ തരാൻ യേശുവിന്റെ കരം ഈ രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഈ യോഗത്തിനകത്ത് ദൈവപുത്രന്റെ കരം ചില വ്യക്തികളെ തൊടുന്ന രാത്രിയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. മന്ത്രപ്രയോഗത്തിനും ക്ഷുദ്രവാദത്തിനും ആഭിചാരത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തിയാർജിച്ച എഫേസോസ് പട്ടണത്തെ അടക്കി വാഴുന്ന അർത്തമീസിന്റെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട് 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം തുറന്നോസിന്റെ പാഠശാലയിൽ തുറന്നു വെച്ച വചനത്തിന്റെ പുറകിൽ വ്യാപരിച്ച ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി മല്ലപ്പള്ളി ഐക്യ കൺവെൻഷന്റെ ഈ പ്രാരംഭ മിനിറ്റുകളിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലജ്ജ കൂടാതെ ഈ ഗ്രൗണ്ടിൽ ഇരുന്ന് പ്രാർത്ഥനയിൽ ദൈവസന ശബ്ദമുയർത്തുന്ന ചില വ്യക്തികൾ ഇവിടെ ഉണ്ടോ? ഈ രാത്രി വാ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. ഞങ്ങൾ കാണാത്ത ചിലത് നിന്റെ ഭവനത്തിന്റെ പുറകിൽ
ഇന്ന് രാത്രി ആധിപത്യം പുലർത്തുന്നുണ്ട്. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞ് ഈ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുൻപ് നിന്റെ കുടുംബത്തിനെ അടിത്തറയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ പൈശാചിക ശക്തികളുടെ കടുങ്കെട്ടുകളെ ഈ രാത്രിയിൽ ദൈവശക്തി വ്യാപരിച്ച് അഴിച്ചെടുക്കുന്ന രാത്രിയാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ പറയട്ടെ, മഞ്ഞപ്പൊടി വേണ്ട, ആൾ രൂപം വേണ്ട, ഉരുളിച്ച വേണ്ട, ഉരുളി നേർച്ച വേണ്ട, അർപ്പണം വേണ്ട, തർപ്പണം വേണ്ട, യാഗങ്ങൾ വേണ്ട, കർമ്മങ്ങൾ വേണ്ട, വഴിപാടുകൾ വേണ്ട, വെടിപെരുന്നാൾ വേണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ, വിതുമ്പുന്ന അധരങ്ങളോടെ, ശൂന്യതയുടെ കൈകൾ ഉയർത്തി അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ ഒരു നിലവിട്ടേൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഈ രാത്രി യോഗം പിരിഞ്ഞ് നീ വീട്ടിലെത്തുന്നതിന് മുൻപ് നീ പൊള്ളുന്ന വിഷയത്തെ ഈ രാത്രി യോഗത്തിന് നടുവിൽ തൊടാൻ യേശുവിന്റെ കരം ബലത്തോടെ ചലിക്കുന്നു. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഓ ചിരാദൽ ഘടകരബ്ദരാധികജകൾ ഘടകരംധരാധികജകൾ ഘടകരാധികനയാരകനക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ്, ദമസ്കോസിന്റെ പടിവാതിക്കൽ ഇറങ്ങി വന്നവന്റെ കരം, പത്മോസിൽ ഇറങ്ങിയവന്റെ തേജസിന്റെ കരം. ഇന്ന് രാത്രി ഒരുപറ്റം ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ കൈ തൊടാതെ നിന്റെ കുടുംബത്തെ അടക്കി ഭരിക്കുന്ന ചില ആധിപത്യങ്ങളെ അഴിച്ചെടുക്കാൻ ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ അതിന്ന് രാത്രി സംഭവിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ നിന്റെ ഭവനത്തിന്റെ ഉള്ളിൽ ഈ രാത്രി ദൈവാത്മാവ് ചെയ്തെടുക്കുന്ന രാത്രിയാണ്. ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ദൈവമക്കൾ ലജ്ജ കൂടാതെ ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മറന്നുകൊണ്ട് ശബ്ദമുയർത്തി ആത്മനിയോഗത്തോടെ ഈ രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. യേശുവിന്റെ രക്തത്താൽ അതിന്ന് രാത്രി ഇവിടെ സംഭവിക്കട്ടെ. ഈ യോഗത്തിന്റെ ഏറ്റ പുറകിലത്തെ നിര മുതൽ ഈ യോഗത്തിന്റെ ഏറ്റ മുൻപിലത്തെ നിര വരെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ആ ദൈവശക്തിയുടെ കനത്ത വ്യാപാരം ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി അനുഭവിച്ചറിയുന്ന ഒരുപറ്റം ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ രാത്രി ആത്മനിയോഗത്തോടെ പറയുന്നു, ഈ ഗ്രൗണ്ടിലെ ദൈവ സാന്നിധ്യം ചില വ്യക്തികളുടെ ശരീരത്തിന്റെ കോശങ്ങൾ അറിയത്തക്ക വിധം ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ഒരിക്കലും ഉയർപ്പ് നടക്കാതിരിക്കത്തക്ക വിധം ഉരുട്ടി മുദ്ര വെച്ച കല്ലുകളോടെ റോമൻ ശക്തികൾ കാത്തു നിൽക്കുമ്പോൾ യോസേപ്പിന്റെ ഇരുൾമൂടിയ കല്ലറയ്ക്കകത്തേക്ക് ഞായറാഴ്ച രാവിലെ ഇറങ്ങിച്ചെന്ന ആ പുനരുത്ഥാനത്തിന്റെ വ്യാപാര ശക്തി ഇത്രയും ദൈവമക്കൾ ഒന്നിച്ചിവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ വിഷയത്തെ തൊടാൻ ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി ഒഴുകി ഇറങ്ങുന്നു. ശബ്ദമുയർത്തി വാ തുറന്ന് അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ രാത്രി പറയട്ടെ, കെ എബ്രഹാം എന്ന ദൈവദാസൻ പരിഹാസത്തിന് നടുവിൽ സി മനശെ എന്ന ദൈവഭൃത്യന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ച് ആത്മസ്നാനം അനുഭവിച്ച് പുത്തൻകാവിലേക്ക് മടങ്ങി വന്ന് ആ പ്രത്യേക സമയത്താണ് സ്കൂളിൽ നിന്ന് വന്നപ്പോഴറിഞ്ഞത് തന്റെ അടുത്ത് താമസിക്കുന്ന ഒരു റാഹേലമ്മയെ കരിമൂർഖൻ കടിച്ചത്. വാർത്തയറിഞ്ഞ വീട്ടിലേക്ക് ഓടി ചെല്ലുമ്പോൾ നാട്ടുകാർ മുഴുവൻ കൂടിയിട്ടുണ്ട്. എല്ലാവരും ഈ രംഗം കണ്ട് സ്തബ്ധരായി നിൽക്കുകയാണ്. ആ വീടിനകത്തോട്ട് കയറിയപ്പോൾ ഹൃദയഭേദകമായ കാഴ്ച. ആ സഹോദരി കിടക്കുന്നു. കരിമൂർഖൻ കൊത്തിയ കൈയെടുത്ത് ഒരു തലയിണപ്പുറത്ത് വെച്ചിരിക്കുന്നു. തൊട്ടു പുറകിൽ കുഞ്ഞുങ്ങൾ അമ്മ യാത്ര പറയാൻ തുടങ്ങുന്നതിനാൽ നിലവിളിച്ച് കരയുന്നു. ആ കണ്ണുകൾ പാതി അടഞ്ഞു വരുന്നു. ആ ശരീരം കരിനീലിച്ചു വരുന്നു. ഈ സമയം കെ എബ്രഹാം അവറുകളോട് ദൈവാത്മാവ് പറഞ്ഞു, മോനെ ഉണ്ണുണ്ണി, സി മനശയുടെ വീട്ടിൽ വെച്ച് നിന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി ഇവളുടെ ശരീരത്ത് വ്യാപരിക്കുന്ന കരിമൂർഖന്റെ വിഷത്തെ അഴിക്കാൻ ശക്തിയുണ്ട്. സ്തോത്രം. അദ്ദേഹം കൈകളെടുത്ത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാർ പറഞ്ഞു, സാറേ വല്ല ഭൂതമായിരുന്നേ പോയേനെ, ഇത് കരിമൂർഖനാ. കണ്ണിലൂടെ കണ്ണുനീർ ധാരധാര ഒഴുകുമ്പോൾ ഈ ദൈവദാസൻ പ്രാർത്ഥിച്ചത് അന്യഭാഷയിലായി. അദ്ദേഹം ആ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിക് ഷോക്ക് വ്യാപരിക്കുന്നത് പോലെ ദൈവശക്തി അവളുടെ മേൽ വ്യാപരിച്ചു. അവൾ ചാടി എണീറ്റു.
ബാഹ്യത്തിന് പോയിട്ട് തിരിച്ചു വന്ന് കഞ്ഞി കുടിച്ച് ബലപ്പെട്ടപ്പോൾ അത്ഭുതങ്ങളുടെ ദൈവത്തിന്റെ കരം അടയാളത്തോടെ ഇറങ്ങി പ്രവർത്തിച്ചു. കെ ഇ എബ്രഹാം ആ ദൈവഭൃത്യൻ തന്റെ ജീവചരിത്രത്തിൽ എഴുതി, ആ റാഹേലമ്മയുടെ കൈയെടുത്ത് എന്റെ കയ്യിൽ പിടിച്ച് ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദൈവഭൃത്യൻ കുറിക്കുകയാണ്, എന്റെ വായിൽ ഉയരുന്ന അന്യഭാഷ കൊണ്ട് റാഹേലമ്മയുടെ രക്തധമനികളിൽ ഒഴുകുന്ന കരിമൂർഖന്റെ വീശത്തെ എന്റെ ദൈവം ശാസിക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ടു. ഈ പ്രാരംഭ രാത്രിയിൽ വിശ്വസിക്കുന്ന നീ നിലവിട്ട് അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തെ ഇന്ന് രാത്രി അഴിച്ചെടുക്കാൻ യേശുവിന്റെ കരം ബലത്തോടെ ചലിക്കുന്നു. പ്രാർത്ഥിക്കുന്നു നിനക്ക് വേണ്ടി ആ കരം ഇന്ന് രാത്രി ഉയരും. അതിനുവേണ്ടി രാത്രി ക്രൂശിലേക്ക് കണ്ണുകൾ ഉയർത്തുക. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താല് സംഭവിക്കട്ടെ, യേശുവിന്റെ രക്തത്താല് സംഭവിക്കട്ടെ. കരിമരുന്നിൽ തീ തൊടുമ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് പോലെ വിശ്വസിക്കുന്ന ദൈവമക്കളിൽ ദൈവാത്മാവിന്റെ തീയുടെ സ്പർശനം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു ഭൂഖണ്ഡാന്തര ബാലറ്റിക് മിസൈൽ തൊടുത്തുവിട്ടാൽ ഒരു ഭൂഖണ്ഡത്തിൽ അടുത്ത ഭൂഖണ്ഡത്തിൽ ചെന്ന് പൊട്ടിത്തെറി നടത്തുമെങ്കിൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ചില പ്രിയപ്പെട്ടവർ ഉള്ളു പൊള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ ഉത്തരത്തിനായി നീ അറിയാത്ത, നിനക്ക് കൈ തൊടാൻ കഴിയാത്ത വിഷയത്തിൽ ഇന്ന് രാത്രി ഈ 9 മണി അടുത്ത സമയം എന്റെ ദൈവത്തിന്റെ കരം ബലത്തോടെ ഇറങ്ങി ചലിക്കും. ലജ്ജ കൂടാതെ വാ തുറന്ന് പ്രാർത്ഥിക്കുക. അപ്പാ, ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ. ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി 25 മീറ്റർ ഉയരത്തിൽ 2 കണ്ണുകളുടെ ഭാഗത്ത് 2 ഗുഹകളും മൂക്ക് കപാലാകൃതിയിൽ മുൻപോട്ട് തള്ളി നിൽക്കുന്ന ഗോൽഗോത്ത, കാൽവറി, ക്രാനിയോൻ, അവിടേക്ക് എന്റെ നാഥൻ നടന്നു നീങ്ങുകയാണ്. യുഗങ്ങൾക്ക് മുൻപേ നിർണയിച്ചതും നിത്യത പ്ലാൻ ചെയ്തതും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നിത്യതയിൽ പദ്ധതിയിട്ടതുമായ മഹത്തായ ഒരു യാഗം നടക്കാൻ തുടങ്ങുന്നു. ഞങ്ങൾ ഇന്ന് രാത്രി ഉയർത്തുന്നത് നാസയിലെ ഒരുപടി കണ്ടുപിടുത്തങ്ങളല്ല. ഞങ്ങൾ ഇന്ന് രാത്രി ഉയർത്തുന്നത് നസറേനായ യേശുവിനെയാണ്. പണി തീർത്ത ക്രൂശ് മലർത്തിയിട്ടിട്ട് ഒരടി അടിച്ചാൽ തൊലി ഉരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറപ്പറിയുന്ന അടിയേറ്റ് തകർന്ന പുറം മരത്തോട് ഉരയുമ്പോൾ ഷൂസിട്ട കാലുകൊണ്ട് കൈകാലുകൾ ചവിട്ടിപ്പിടിച്ച് സന്ധിബന്ധങ്ങളെ ഭേദിച്ചാണി അടിച്ചിറക്കുമ്പോ വായ് മാത്രം സ്വാധീനമായവൻ ഉയരങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വാചകം, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. കർത്താവ് പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥനയിൽ നീ ദൈവത്തോട് നിരക്കുക. അതാണ് 1-ാം ഭാഗമെങ്കിൽ, ഏദനിലെ പാപത്തിന്റെ 1-ാം തകർച്ച ദൈവത്തോടുള്ള ബന്ധം തകർന്നതാണെങ്കിൽ, എന്റെ നാഥൻ ക്രൂശീകരണ വേളയിൽ കണ്ണുകൾ ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചത്, മനുഷ്യ, നിന്നെ ദൈവത്തോട് നിരപ്പിക്കാൻ ഈ മാനവ കുലത്തിൽ കഴിവുള്ള ഒരു ആയുധമുണ്ടെങ്കിൽ അത് കാൽവറിയിലെ ക്രിസ്തുവിന്റെ യാഗരംഗമാണ്. ഉയർത്തി നാട്ടിയ ക്രൂശ് ആ പാറ വിള്ളലിൽ ഇടുക്കിയിരുത്തുമ്പോ ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു. എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവയെല്ലാം എനിക്കെണ്ണാം എന്ന പ്രവാചക വാക്കുകൾ നിവർത്തിച്ചുകൊണ്ട് ക്രൂശിൽ തൂങ്ങിക്കിടന്ന് പിടയുന്ന സമയം താഴേക്ക് നോക്കിയപ്പോ നിങ്ങൾ ശ്രദ്ധിക്കണേ, പെറ്റമ്മ താഴെ നിൽക്കുന്നു. സ്ത്രീയേ, ഇതാ നിന്റെ മകൻ. യോഹന്നാനേ, ഇതാ നിന്റെ അമ്മ. മലർന്നു കിടന്ന് മനുഷ്യവർഗത്തെ ദൈവത്തോട് നിരപ്പിച്ചുകൊണ്ട് ഏദനിലെ 1-ാം പാപത്തിന് പരിഹാരം വരുത്തിയവൻ തൂങ്ങിക്കിടന്ന് മനുഷ്യനെ തമ്മിൽ നിരപ്പിച്ചുകൊണ്ട് ഏദനിലെ 2-ാം പാപത്തിന് പരിഹാരം വരുത്തുന്നെങ്കിൽ നിന്നെ ദൈവത്തോടും നിന്നെ രക്തത്തോടും അടുപ്പിച്ച് നിന്റെ പാപത്തിന്റെ അടിവേരറുക്കാൻ കഴിവുള്ള ഒരായുധം ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നെങ്കിൽ അത് കാൽവറിയിലെ ക്രിസ്തുവാണ്. ഈ രാത്രി ആ കരങ്ങൾ കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? ശബ്ദമുയർത്തി ലജ്ജ കൂടാതെ യേശുവേ എന്നൊന്ന് വിളിക്കാൻ എത്ര നാവുകൾ ഈ രാത്രി ചലിക്കും? ഇടം വലം നോക്കണ്ട, പുറകിലും മുൻപിലും നോക്കണ്ട. പാസ്റ്റർ രാജു മേത്രയുടെ മുഖത്ത്
ലോകത്തേക്കല്ല, ഇന്ന് രാത്രി യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഞാൻ ഇന്ന് രാത്രി എല്ലാ സഹോദരങ്ങളെയും ആ ഉയർത്തിയ കരങ്ങളോടെ അഭിമാനപൂർവ്വം ലജ്ജ കൂടാതെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ച നിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തെ കൈമാറാൻ ആഹ്വാനം ചെയ്യുകയാണ്. വേഗമൊന്ന് എഴുന്നേറ്റാട്ടെ. ആ രണ്ട് കരങ്ങൾ കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേറ്റാട്ടെ. ആ കരങ്ങൾ രണ്ടും കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ലജ്ജ കൂടാതെ പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്. സ്തോത്രത്തിന്റെ ശബ്ദമല്ല കേട്ടോ, യേശുവേ എന്ന് പറയുന്ന ആ ശബ്ദം ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ നിന്ന് ഉയരട്ടെ. യെസ്, ഉയരട്ടെ. ആ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കും? യേശുവേ ശബ്ദം ഉയരട്ടെ. ഈ രാത്രി നിന്റെ വായിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. നിന്റെ കടുങ്കെട്ട് വീണ, നിന്റെ വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്ന, നിന്റെ ഭാവിയെ ബന്ധിച്ചിരിക്കുന്ന, നിനക്ക് മുൻപോട്ട് എടുത്ത് ചുവട് വെക്കാൻ കഴിയാതിരിക്കുന്ന ആ വിഷയത്തെ ഇന്ന് രാത്രി അഴിച്ചെടുക്കാൻ യേശുവിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്നൊന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയുമോ? ശബ്ദം ഉയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഈ നാട് കേൾക്കട്ടെ ആ ശബ്ദം. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഞാൻ ഈ രാത്രി പറയാം, എല്ലാ നാമങ്ങളും ഈ മണ്ണിൽ ഉടലെടുത്ത നാമമാണ്. എന്നാൽ വിണ്ണിൽ ഉടലെടുത്ത ഒരു നാമമുണ്ടെങ്കിൽ സകല നാമത്തിനും മേലായ യേശുവിന്റെ നാമമാണ്. നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ അപ്പനും അമ്മയും കൂടെ ആലോചിച്ച് മക്കൾക്ക് പേര് കൊടുക്കും. എന്നാൽ മറിയയും ജോസഫും കൂടെ ആലോചിച്ചു കൊടുത്ത പേരല്ല യേശു എന്ന പേര്. അത് ഇവിടെ ഉണ്ടായ പേരല്ല, അത് അവിടെ ഉണ്ടായ പേരാണ്. അങ്ങനെയാണെങ്കിൽ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ദൈവമൈതരെ ആ കരങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ട് ധ്യാനപീഠമതിൽ കയറി ഉള്ളിലെ കണ്ണുകൾ കൊണ്ട് നീ കാണുക, രക്ഷിതാവിനെ കാണുക പാപി എന്ന പാട്ടിന്റെ ചരണങ്ങൾ ശബ്ദം ഉയർത്തി നമുക്കൊന്ന് ചേർന്ന് പാടണം. ശ്രദ്ധിക്കണേ. 200 മൈൽ ചുറ്റളവുള്ള മരുഭൂമിയിൽ അഗ്നി സർപ്പത്തിന്റെ ദംശനമേറ്റ് പിടഞ്ഞു വീഴുന്നവൻ അവനെ മുറിവിൽ തപ്പി പിടിച്ചുകൊണ്ട് അങ്ങ് ദൂരെയുള്ള പിച്ചള സർപ്പത്തിലേക്ക് കണ്ണുയർത്തുമ്പോൾ ആ നോട്ടത്തിലൂടെ രോഗശാന്തി അവന് വ്യാപരിക്കുമെങ്കിൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു വ്യക്തി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഗോൽഗോഥയിലേക്ക് കണ്ണുയർത്തിയാൽ നിനക്ക് രോഗശാന്തി മാത്രമല്ല, നിനക്ക് നിത്യജീവനും തരാൻ ക്രൂശിന് രാത്രി ശക്തിയുണ്ട്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് നമുക്കൊന്ന് പാടാം. ധ്യാനപീഠമതിൽ കയറി, ശബ്ദം ഉയർത്തി. ധ്യാനപീഠമതിൽ കയറി ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. കാൽവരി മലമേൽ നോക്കു നീ, കാൽവരി മലമേൽ കാൽവരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാണ്ട ഭാവി, രക്ഷിതാവിനെ കാണ്ട ഭാവി, നിന്റെ പേരല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേരല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ആ രണ്ട് കൈകളും ഒരു നിമിഷം നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് ഒരു ചോദ്യത്തോടെ നിങ്ങൾ ഇവിടെ വന്നു. ഉത്തരം തരാൻ കഴിവുള്ള യേശുവിന്റെ കരം ഇവിടെ ചലിക്കുന്നു. ഇടനെഞ്ച് പൊട്ടുന്ന, ചങ്കിൽ കനലരിയുന്ന ജീവിതത്തിന്റെ നെടുവീർപ്പിന്റെ ആ ചോദ്യത്തെ തൊടാൻ ഇന്ന് രാത്രി യേശുവിന് കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഞാൻ ഇങ്ങനെ പറയട്ടെ, സകല രോഗങ്ങളും പരിഹരിപ്പാൻ യേശുവിന് കഴിയും. എന്നാൽ ഒരു രോഗവും പരിഹരിക്കപ്പെട്ടില്ലെങ്കിലും കാൽവറി മുഖാന്തരം പാപരോഗം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ നീ നിത്യതയിലെത്തില്ല. ഇന്ന് രാത്രി പാപരോഗത്തിന് പരിഹാരം പ്രാപിച്ച ദൈവമക്കൾക്കറിയാം, അത് പരിഹരിക്കാൻ കഴിവുള്ള ഏക സന്നിധി അത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സന്നിധിയാ.
ഇന്ന് രാത്രി എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ, എനിക്ക് പ്രാർത്ഥന വേണം. ഈ രാത്രി ഉള്ളിൽ കൊതിക്കുന്ന ചോദ്യങ്ങളും വേദനകളും ഉള്ളിൽ ഒതുക്കുന്ന വിഷയങ്ങളുമായി ഞാൻ കടന്നു വന്നിരിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണമെന്ന് കൊതിക്കുന്നവർ വലതുകരമെന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ഗ്രൗണ്ടിൽ ഉയർന്നു നിൽക്കുന്ന കരങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ ചോദ്യങ്ങളുടെ മേൽ ഇന്ന് രാത്രിയിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ ക്രൂശിന്റെ മഹത്വം ഈ കരങ്ങളുടെ വിടുതലിനായി വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി എല്ലാവർക്കും കർത്തൃസലിരിക്കാം. അതെ, പ്രാർത്ഥനയുടെ വാക്കുകളുടെ രൂപമാണ് വാചക രൂപത്തിലെ പ്രാർത്ഥനയെങ്കിൽ, പ്രാർത്ഥനയുടെ ദ്രാവക രൂപമാണ് കണ്ണുനീരിന്റെ പ്രാർത്ഥനയെങ്കിൽ, പ്രാർത്ഥനയുടെ സകല വിഷയങ്ങളും പരിഹരിക്കപ്പെടാനുള്ള ഏക സന്നിധി ക്രൂശാണ്. നിന്റെ ഏത് പ്രശ്നത്തിനും ഏക ഉത്തരം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവരോടുള്ള എൻ്റെ ഹൃദയ ഭാഷയിലെ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ടും ശാന്തമായ അന്തരീക്ഷത്തിൽ കേട്ട ബഹുമാന്യ സദസ്സിന് നന്ദി അർപ്പിച്ചുകൊണ്ടും വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏത് പ്രശ്നത്തിനും ഏക ഉത്തരം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു.